നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ദയാവധത്തിന് വിധേയമാക്കിയ പന്നികൾക്കുള്ള ധനസഹായം കർഷകനെ കൈമാറി. മൃഗസംരക്ഷണ വകുപ്പ് അനുവദിച്ച ധനസഹായമാണ് കൈമാറിയത്. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ സുരേഷ്, ഭാര്യ ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. വല്ലച്ചിറയിലെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ മുൻ പൂജാരി അറസ്റ്റിൽ. മുൻ പൂജാരിയായ വയനാട് കൃഷ്ണഗിരി സ്വദേശി ബിബിനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ദയാവധത്തിന് വിധേയമാക്കിയ പന്നികൾക്കുള്ള ധനസഹായം കർഷകനെ കൈമാറി. മൃഗസംരക്ഷണ വകുപ്പ് അനുവദിച്ച ധനസഹായമാണ് കൈമാറിയത്. 2022 ഒക്ടോബറിൽ ആഫ്രിക്കൻ പന്നിപ്പനി രോഗബാധ മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഉണ്ണികൃഷ്ണൻ കാർണയിൽ, രാജീവ് തട്ടാരത്ത് എന്നീ കർഷകരുടെ പന്നികളെ ദയാവധത്തിന് വിധേയമാക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ രാജീവ് തട്ടാരത്ത് വളർത്തിയിരുന്ന 107 പന്നികൾ രോഗബാധ സ്ഥിരീകരിക്കും മുൻപ് ചത്തിരുന്നതിനാൽ ധനസഹായം നൽകിയിരുന്നില്ല. ഇതിനുള്ള ധനസഹായമായ 8,73,500 രൂപയാണ് മൃഗസംരക്ഷണ വകുപ്പ് നിലവിൽ അനുവദിച്ചത്. CC മുകുന്ദൻ MLA ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പന്നീനെ വളർത്തിയിട്ടല്ല എൻ്റെ ഒരു പരിചയം. പശുക്കളുമായി ബന്ധപ്പെട്ട് അത് വളർത്തിയിട്ടൊരു പരിചയമാണ് ഉള്ളത്. അങ്ങനെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഏറ്റവും നല്ല ഒരു സൊസൈറ്റി, പാൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സൊസൈറ്റി അന്തിക്കാട് പഞ്ചായത്തിലുണ്ടായിരുന്നു. നമ്മുടെ ശരിക്കും പറഞ്ഞ സ്റ്റേറ്റിലടക്കം പേരെടുത്ത ഒരു സൊസൈറ്റിയാണ് അന്തിക്കാട് പാൽ വിതരണ സൊസൈറ്റി. അതിൽ കുറച്ച് കാലം ഡയറക്ടർ ബോർഡ് അംഗമായിട്ട് പോകേണ്ടി വന്നു. അപ്പോഴാണ് ഈ പശുക്കളും കാര്യങ്ങളായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ വലിയ കാശ് കൊടുത്തിട്ട് ഒരു പശുവിനെ എടുത്തു. പക്ഷേ ചെറിയ പശുവിനെ മേടിച്ചാൽ പോരാ, അധികം നാൾ പാല് കിട്ടുന്നതും കൂടാതെ കുറച്ച് പാല് പോരാ, വലിയ പാല് കിട്ടണം എന്ന് പറഞ്ഞ് ആ ബോർഡിൽ ചെന്നിരിക്കുന്നതിന് ഒരു പ്രത്യേകത വേണമല്ലോ. അപ്പോൾ ഈ മൃഗസംരക്ഷണമായി ആ ബോർഡിൽ ചെന്നിരുന്ന് അതിൻ്റെ അപ്പോൾ തൊട്ടടുത്താണ് നമ്മുടെ മൃഗാശുപത്രി. ഇപ്പോൾ ഓഫീസർ പറയേണ്ടായി, തൊട്ടടുത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനുൾപ്പെടെ എൻ്റെ ഭാര്യ ഉള്ളപ്പോഴാണ് പഞ്ചായത്ത്, ഭാര്യയും ഭർത്താവും പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചത്. എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ 2 ടൈം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ബാധ്യത കടന്നിട്ടില്ല, കിടക്കേണ്ട കാര്യം വരുന്നില്ല. ചില പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സാമ്പത്തിക അതുകൊണ്ടാണ് ഞാൻ എല്ലാ പഞ്ചായത്തിനും സഹായിക്കുന്നത്. അപ്പോൾ ചേർപ്പ് പഞ്ചായത്തിനും ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ പദ്ധതി എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് ആവശ്യമായി ചെയ്തു കൊടുക്കലാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷയായി. 2022 നമ്മുടെ പ്രദേശത്ത് 2 പന്നി ഫാമാണ് നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുള്ളത്. അതിൽ രാജീവേട്ടൻ്റെ ഫാമിലാണ് ഇതിൻ്റെ രോഗം ആദ്യം സ്ഥിരീകരിച്ചത്. പക്ഷേ സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു നഷ്ടം രാജീവേട്ടന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ഥിരീകരണം വന്നതിന് ശേഷം ദയാവധം നടത്തുന്നതിന് രാജുവേട്ടൻ്റെ ഫാമിലെ വളരെ കുറച്ച് എണ്ണത്തിനെ ദയാവധം നടത്തേണ്ടി വന്നുള്ളൂ. തൊട്ടടുത്ത ഫാമിലെ ഉണ്ണികൃഷ്ണൻ കാരണയിൽ അവിടെ ഫാമിലെ എല്ലാതിനെയും ദയാവധത്തിലൂടെ തന്നെയാണ് പടർന്നു പിടിക്കാതിരിക്കുന്ന നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ വേഗം അതിൻ്റെ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. അന്ന് തൊട്ട് രാജുവേട്ടൻ വളരെ വിഷമത്തിലായിരുന്നു. അത്രയധികം നഷ്ടം വന്നിട്ടുള്ള ഒരു കർഷകൻ കൂടിയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ MLAയും വളരെ കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെടുകയും അവർക്ക് ആ നഷ്ടപരിഹാര തുക വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കുകയും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഫോമുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കിട്ടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതെന്തായാലും പുതിയൊരു തീരുമാനപ്രകാരം അത് അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡീന ആന്റണി പദ്ധതി വിശദീകരണം നടത്തി.
ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ KR അജയ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിദ്യ രമേശ്, KG അനിത, ലൈവ് സ്റ്റോക്ക് ഫാമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CV കുര്യാക്കോസ്, ചേർപ്പ് മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ CA പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ സുരേഷ്, ഭാര്യ ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ചൊവ്വൂർ കയറ്റത്തിന് സമീപമായിരുന്നു അപകടം. തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന അന്നം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വൂർ കയറ്റത്തിന് സമീപത്ത് വെച്ച് ബസ് ബൈക്കിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിൽ തെറിച്ചു വീണ ദമ്പതികളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും ചേർപ്പ് ആക്സ് പ്രവർത്തകർ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വല്ലച്ചിറയിലെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ മുൻ പൂജാരി അറസ്റ്റിൽ. മുൻ പൂജാരിയായ വയനാട് കൃഷ്ണഗിരി സ്വദേശി ബിബിനാണ് അറസ്റ്റിലായത്. വല്ലച്ചിറ തൊട്ടിപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-നാണ് മോഷണം നടന്നത്. ക്ഷേത്രം ശ്രീകോവിലിലെ പ്രതിഷ്ഠയിൽ ധരിപ്പിച്ചിരുന്ന 20 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ തിരുവാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. ഓഗസ്റ്റ് 4-ന് വൈകിട്ട് 7-നും 5-ന് രാവിലെ 6:15-നും മധ്യേയാണ് മോഷണം നടന്നത്. നിലവിലെ പൂജാരി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. തുടർന്ന് ക്ഷേത്രം ഭരണസമിതി ട്രഷറർ വല്ലച്ചിറ സ്വദേശി തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ ഷനിൽ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ക്ഷേത്രം ശ്രീകോവിലിന്റെ വാതിലുകളിലും പടികളിലും മറ്റുമായി മഞ്ഞൾപ്പൊടി വിതറിയായിരുന്നു മോഷണം. ശ്രീകോവിലിന്റെ താഴ് തകർക്കാതെ താക്കോൽ ഉപയോഗിച്ച് തുറന്നായിരുന്നു മോഷണം നടത്തിയത്. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന് തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലായി. ഇതേ തുടർന്ന് ക്ഷേത്രം ജീവനക്കാരെയും പരിസരവാസികളെയും നേരിട്ട് കണ്ട് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിനിടെ അറസ്റ്റിലായ മുൻ പൂജാരി ബിബിനും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ വയനാട് മീനങ്ങാടിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട DYSP CL ഷാജി, മുൻ ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ചേർപ്പ് SHO MS ഷാജൻ, SI-മാരായ KS സുബിന്ദ്, സജിപാൽ, ASI ജോയ് തോമസ്, സീനിയർ CPO-മാരായ ES ജീവൻ, സിൻഡി, ജിയോ, EH ആരിഫ്, TB അനീഷ്, CPO KS ഉമേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓൺലൈൻ മുഖേന ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി വടക്കേതിൽ വീട്ടിൽ മുഹമ്മദ് ഷിഹാസാണ് അറസ്റ്റിലായത്. കോടന്നൂർ ശാസ്താംകടവ് സ്വദേശിനി സ്മിത നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ടാസ്ക് ചെയ്ത് പണമുണ്ടാക്കാം എന്ന് ഇൻസ്റ്റഗ്രാമിൽ പരസ്യം വന്നിരുന്നു. ഇത് കണ്ട് പരാതിക്കാരി സ്മിത പ്രതികളുമായി ബന്ധപ്പെട്ട് കിട്ടിയ ടെലഗ്രാം അക്കൗണ്ടിന്റെ ലിങ്കിൽ കയറി. തുടർന്ന് പ്രതികൾ നൽകിയ ടാസ്ക് ചെയ്യിപ്പിച്ച് അതിൽ വിജയിച്ചുവെന്ന് അറിയിച്ചു. വിശ്വസിക്കാനായി പ്രതികൾ തന്നെ 150 രൂപ പരാതിക്കാരിക്ക് അയച്ചു നൽകുകയും ചെയ്തു. തുടർന്ന് വലിയ ടാസ്കുകൾ ചെയ്യാൻ നിർബന്ധിച്ച പ്രതികൾ മുൻകൂറായി പണം കെട്ടിവെക്കണമെന്നും പറഞ്ഞു. ഇതിനായി ടെലഗ്രാമിലൂടെ വിവിധ ലിങ്കുകൾ പ്രതികൾ അയച്ചു കൊടുത്തു. ഇത് വിശ്വസിച്ച പരാതിക്കാരി പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല തവണകളായി പണം അയച്ചു നൽകി. 2024 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 19 വരെയുള്ള ദിവസങ്ങളിലായി 10,05,780 രൂപയാണ് പരാതിക്കാരി പ്രതികൾക്ക് അയച്ചു കൊടുത്തത്. പരാതിയെ തുടർന്ന് 2024 ജൂലൈ മാസം തന്നെ ചേർപ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 3,15,780 രൂപ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് അയച്ചു വാങ്ങി കമ്മീഷൻ കൈപ്പറ്റിയ തട്ടിപ്പിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ്, CPO-മാരായ ഗോകുൽദാസ്, റിൻസൺ, സുബിൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തൃപ്രയാർ മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തും. ശ്രീകൃഷ്ണ ജയന്തി ദിനമായ ഞായറാഴ്ചയാണ് മഹാശോഭയാത്ര നടക്കുക. തൃപ്രയാർ മണ്ഡലം ബാലഗോകുലത്തിന് കീഴിൽ 9 ശോഭായാത്രകളാണ് ഉണ്ടാവുക. ശിവയോഗിനി, ശ്രീറാം, ദുർഗാവാഹിനി, നവോദയ, വിവേകാനന്ദ, ശ്രീഭദ്ര, ജാൻസി റാണി, സാന്ദീപനി, ശ്രീമുരുക എന്നീ ബാലഗോകുലങ്ങളാണ് ശോഭയാത്രയിൽ പങ്കെടുക്കുക. വൈകിട്ട് 5 മണിയോടെ നാട്ടിക സെന്ററിൽ നിന്ന് ശോഭായാത്രകൾ മഹാശോഭയാത്രയായി തൃപ്രയാർ ക്ഷേത്രത്തിൽ സമാപിക്കും.
2000-ഓളം രാധാകൃഷ്ണന്മാർ ശോഭയാത്രയിൽ പങ്കെടുക്കും. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ഉറിയടി മത്സരം, ഗോപൂജ, പുരാണ ക്യൂസ് എന്നീ മത്സരങ്ങൾ ബാലഗോകുലങ്ങളിൽ നടക്കുമെന്ന് CK ജിനു, MV വിജയൻ, പ്രവീൺ കുയിലംപറമ്പിൽ, ശിവരാമൻ എറണാകുളത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര സെപ്റ്റംബർ 14 ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മുടെ തൃപ്പയാർ മണ്ഡലത്തിൽ 9 ബാലഗോകുലത്തിൻ്റെ കീഴിലാണ് ശോഭയാത്ര കടന്നു വരുന്നത്. എല്ലാ മേഖലകളിൽ നിന്നും 3:30 തന്നെ ശോഭയാത്രകൾ പുറപ്പെട്ട് നാട്ടിക സെൻറ്ററിൽ 5 മണിക്ക് ഒത്തുചേർന്നുകൊണ്ട് തൃപ്പയാറിൻ്റെ വീതിയിലൂടെ എല്ലാം ശോഭയാത്രകളും കടന്നു വരുന്നതാണ്. കൂടാതെ വലപ്പാട് മണ്ഡലത്തിൽ നിന്ന് 4 ശോഭയാത്രയും കിഴക്കേനട പയ്യന്നൂരിൽ നിന്ന് 1 ശോഭയാത്രയും കൂടി വരുന്നതാണ്. മൊത്തം 14 ശോഭയാത്രയാണ് തൃപ്പയാർ സന്നിധിയിൽ എത്തിച്ചേരുക. ഈ വർഷത്തെ തൃപ്രയാർ നാടകവിരുന്നിന്റെ പാസ് വിതരണം ആരംഭിച്ചു. ഈ മാസം 21 മുതൽ ഒക്ടോബർ 2 വരെ തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലാണ് നാടകവിരുന്ന് നടക്കുക. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ പാസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. നാടക ആസ്വാദകൻ PS സുരേഷ് അന്തിക്കാട് ആദ്യ പാസ് ഏറ്റുവാങ്ങി. സംഘാടക സമിതി ജനറൽ കൺവീനർ KV രാമകൃഷ്ണൻ, KP പ്രവീൺ, പ്രസന്ന സുദേവൻ, KR മധു, ബിജു കുയിലംപറമ്പിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇത്തവണ 12 നാടകങ്ങളാണ് നാടകവിരുന്നിൽ അരങ്ങേറുക. തൃപ്രയാർ സെൻട്രൽ നാസ് കോംപ്ലക്സിലെ സംഘാടക സമിതി ഓഫീസിൽ നിന്ന് നാടകവിരുന്നിനുള്ള പ്രവേശന പാസ് ലഭിക്കുന്നതാണ്. തൃശൂർ CLP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാരന്റിംഗിന്റെ നൂതന വഴികൾ എന്ന വിഷയത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. മാറിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആത്മബന്ധം ഊഷ്മളമാക്കുന്നതിനാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക മേഴ്സി ആന്റണി, URC കോർഡിനേറ്റർ സജിത വിനോദ്, PTA പ്രസിഡന്റ് PJ സുരേഷ് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി പൈനൂർ കുഴിക്കൽ കടവ് ജലോത്സവം കാണികൾക്ക് ആവേശമായി. ടീം ബോയ്സ് കോലോത്തും കടവ് ബോട്ട് ക്ലബിന്റെ മണവാളൻ ജേതാക്കളായി. ഇടിവാൾ ബോട്ട് ക്ലബിന്റെ രുദ്രമാല നമ്പർ 2-നാണ് 2ാം സ്ഥാനം. കുഴിക്കൽ കടവ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന DM പൊറ്റക്കാട് സ്മാരക റോളിംഗ് ട്രോഫിക്കുള്ള ജലോത്സവം നാട്ടിക ഫർക്ക റൂറൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വള്ളംകളി നടത്തിയ ടീം, അതിന് നേതൃത്വം നൽകിയത് ഈ കുഴിക്കൽ കടവ് ടീമായിരിക്കും, യാതൊരു സംശയവുമില്ല. വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഇവർക്ക്. വളരെ തൊട്ടടുത്ത ദിവസങ്ങളാണ് ഇതിന്റെ നോട്ടീസും ഇതിന്റെ ആലോചനയും വന്നത്. അത് ഇവർക്ക് ഈ മേഖലയുമായി ഉള്ള വലിയൊരു ബന്ധമാണ്. ഇത് ഓണത്തിന്റെ ഒരു വല്ലാത്ത മലയാളികൾക്കുള്ള ഒരു അഭിനിവേശമുണ്ടല്ലോ, അതിനോട് ചേർന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വള്ളംകളി എന്ന ഒരു പ്രതിഭാസത്തെ ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഹൃദയമായി മാറ്റി തീർക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. നാട്ടിക, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശുഭ സുരേഷ്, കയ്പമംഗലം SA TK ജെയ്സൺ, സംഘാടക സമിതി ഭാരവാഹികളായ PH ബാബു, KS ശ്രീരാജു, സുബി ശങ്കർ, ഷമീർ എലേടത്ത്, KV ശ്രീധരൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 13 C ഗ്രേഡ് വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി MCF കെട്ടിടം നവീകരിച്ചു. 400 ചതുരശ്രയടി വിസ്തൃതിയിൽ നിന്ന് 2566 ചതുരശ്രയടി വിസ്തൃതിയിലാണ് കെട്ടിടം നവീകരിച്ചത്. ശീതീകരിച്ച ഹരിതകർമ്മസേന ഓഫീസ്, അപ്സ്റ്റെയർ സ്റ്റോറേജ്, 6 മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് റോളർ ഷട്ടർ, ബൈലിംഗ് മെഷീൻ, കൺവെയർ ബെൽറ്റ്, സോർട്ടിംഗ് ടേബിൾ തുടങ്ങിയ സംവിധാനങ്ങളാണ് നവീകരിച്ച MCF കെട്ടിടത്തിലുള്ളത്. സ്വച്ഛ ഭാരത് മിഷൻ ഫണ്ട്, പ്ലാൻ ഫണ്ട്, പഞ്ചായത്ത് തനത് ഫണ്ട് എന്നിവയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. 44,72,998 രൂപ ഇതിനായി ചെലവഴിച്ചു. ബെന്നി ബെഹനാൻ MP നവീകരിച്ച MCF കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി.
വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, ജിനൂബ് അബ്ദുറഹ്മാൻ, CJ പോൾസൺ, ബീന സുരേന്ദ്രൻ, UY ഷമീർ, PK സുകന്യ, ഖദീജ പുതിയ വീട്ടിൽ, സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, ഓവർസിയർ AS ബിജേഷ്, HI ഷംലത്ത്, കോർഡിനേറ്റർ KK സക്രിയ, VE ഒമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ വാക്സിൻ നൽകാൻ സർക്കാർ അംഗീകൃത നായപിടുത്തക്കാരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ ഈ മാസം 18 മുമ്പ് ചേർപ്പ് വെറ്റിനറി ആശുപത്രിയിൽ അപേക്ഷ നൽകേണ്ടതാണ്. പാറളം പഞ്ചായത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയനായിരുന്ന MS സുരേന്ദ്രന്റെ 14ാം അനുസ്മരണം നവംബർ 1 നടക്കും. ഇതോടനുബന്ധിച്ച് 12ാമത് MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ മത്സരത്തിലേക്ക് സൃഷ്ടികൾ ക്ഷണിക്കുന്നു. പുരോഗമനപരമായ കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്ത നേതൃത്വം നൽകിയ വ്യക്തിയാണ് MS സുരേന്ദ്രൻ. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്നതാണ് ലേഖന വിഷയം. മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ തങ്ങളുടെ സൃഷ്ടികൾ ഒക്ടോബർ 10 സെക്രട്ടറി MS സുരേന്ദ്രൻ ഫൗണ്ടേഷൻ, വെങ്ങിണിശ്ശേരി, പാറളം PO, തൃശൂർ 680563, ഫോൺ 8943705488 എന്ന തപാൽ വിലാസത്തിൽ വാട്സാപ്പ് ഫോൺ നമ്പർ അടക്കം അയക്കേണ്ടതാണ്. നവംബർ 1 ചേരുന്ന MS സ്മൃതിയിൽ സാഹിത്യ മത്സര വിജയികൾക്ക് മൊമെന്റോയും പ്രശസ്തി പത്രവും പുരസ്കാരമായി നൽകും. വല്ലച്ചിറ സ്വദേശി ഇളംകുന്ന് റോഡിൽ കൈപ്പാഞ്ചേരി വീട്ടിൽ വേലായുധൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ദയാവധത്തിന് വിധേയമാക്കിയ പന്നികൾക്കുള്ള ധനസഹായം കർഷകനെ കൈമാറി. മൃഗസംരക്ഷണ വകുപ്പ് അനുവദിച്ച ധനസഹായമാണ് കൈമാറിയത്. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് പരിക്ക്. ചേർപ്പ് പെരുവനം ചിറയ്ക്ക് സമീപം മുളയ്ക്കൽ വീട്ടിൽ സുരേഷ്, ഭാര്യ ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. വല്ലച്ചിറയിലെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ മുൻ പൂജാരി അറസ്റ്റിൽ. മുൻ പൂജാരിയായ വയനാട് കൃഷ്ണഗിരി സ്വദേശി ബിബിനാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.